പി ടി എവർ റിവോൾവിംഗ് ആണ്. സോ 2025 നിങ്ങൾക്ക് പി ടി ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2025 പി ടിയിലുള്ള ട്രെൻഡുകൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. വിത്ത് റെസ്പെക്ട് ടു ഓൾ ദ സെക്ഷൻസ്, ഓൾ ദ 4 സെക്ഷൻസ് ആൻഡ് ഓൾ ക്വസ്റ്റ്യൻ ടൈപ്സ് എന്തൊക്കെയാണ് ട്രെൻഡുകൾ എന്ന് അറിയാൻ വേണ്ടി വാച്ച് ദിസ് വീഡിയോ ടിൽ ദി എൻഡ്. വെൽക്കം ടു പി ടി സിംപ്ലിഫൈഡ് മലയാളം. ഇനി ഇംഗ്ലീഷ് പഠിക്കാൻ മലയാളത്തിലും. പി ടി റിലേറ്റഡ് കണ്ടന്റ് എല്ലാ 2 ദിവസം ചെയ്യും. അതൊക്കെ ചെക്കൗട്ട് ചെയ്യുക. കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ഡു കൺസിഡർ സബ്സ്ക്രൈബിങ്. വളരെയധികം എഫേർട്ട് ഇട്ട് ചെയ്യുന്ന വീഡിയോ ഉണ്ട്. ലൈക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. പി ടി റിലേറ്റഡ് എന്തെങ്കിലും സ്പെസിഫിക് ടൈപ്പ് ഓഫ് വീഡിയോസ് വേണമെങ്കിലോ എന്തെങ്കിലും സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഡൗട്ട് ഉണ്ടെങ്കിലോ താഴെ കമന്റ് സെക്ഷനിൽ ഇട്ടാൽ മതി. ഐ വിൽ റിപ്ലൈ ടു ഇറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ. ആൻഡ് ഞാനൊരു കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. യൂട്യൂബ് വഴിയുള്ള പഠനം പോരാ എന്ന് തോന്നുന്നവർക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ ക്ലാസ് കൺട്രോൾ ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാം. താഴെ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒരു എൻക്വയറി നടത്തിയാൽ മതി. സോ ആദ്യം നമുക്ക് സ്പീക്കിങ്ങിലെ ട്രെൻഡ്സ് നോക്കാം. ഓക്കെ, റീഡ് അലൗഡിൽ എന്താണ് ട്രെൻഡ്? കൂടുതൽ അക്കാഡമിക് വേർഡ്സ് വരുന്നുണ്ട്. അതായത് ഹിസ്റ്ററി റിലേറ്റഡ്, സയൻസ് റിലേറ്റഡ് കൂടുതൽ വാക്കുകൾ, കൂടുതൽ വൊക്കാബുലറി യൂസ് ചെയ്യുന്നുണ്ട്. ടഫർ വേർഡ്സ്, പ്രൊനൗൺസ് ചെയ്യാൻ ടഫർ ആയിട്ടുള്ള സാധനങ്ങളും വരുന്നുണ്ട്. ആൻഡ് മോർ ലെങ്തി പാരഗ്രാഫ്സ് വരുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി ലെങ്തിയർ ആയിട്ടുള്ള പാരഗ്രാഫ്സ് കൂടുതൽ വരുന്നുണ്ട്. എല്ലാം ലെങ്തി ആവുന്നല്ല, പക്ഷെ എന്നാലും കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ വർഷങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ലെങ്തിയർ പാരഗ്രാഫ്സും വരുന്നുണ്ട്. ആൻഡ് പി ടി കോറുകാർക്ക് ഈ അക്കാഡമിക് വേർഡ്സ് ഉപയോഗിക്കുന്നത് കുറവാണ്. അവർക്ക് കൂടുതലും റിയൽ ലൈഫ് സിറ്റുവേഷൻ ആയിരിക്കും തരുന്നത്. എന്നാലും വൊക്കാബുലറി നിങ്ങളെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സോ വൊക്കാബുലറി സ്കിൽസ് ബിൽഡ് ചെയ്യണമെന്ന് ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്. എസെൻഷ്യൽ സ്കിൽസ് ടു മാസ്റ്റർ ഇൻ പി ടിയിൽ ചെന്ന് നോക്കിയ വൊക്കാബുലറി സ്കില്ലും റീഡിങ് സ്കില്ലും റീഡ് അലൗഡിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് രണ്ടും ബിൽഡ് ചെയ്യണം. അത് നിങ്ങൾ ടെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതർവൈസ് റീഡ് അലൗഡ് ബാക്കി നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആപ്ലിക്കബിൾ ആണ്. റീഡ് അലൗഡിൽ വലിയ ചേഞ്ചസ് ആസ് ഓഫ് നൗ ഇല്ല. ഓക്കെ, നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇപ്പോഴും വർക്കിംഗ് ആണ്. പിന്നെ വൺ ലൈൻ സ്ട്രാറ്റജി ഒന്നും ഉപയോഗിക്കാതിരിക്കുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. റിപ്പീറ്റ് സെന്റൻസിൽ 2024 ഉണ്ടായിരുന്ന അതേ ട്രെൻഡ് തന്നെയാണ് ഇപ്പോഴും ഫോളോ ആവുന്നത്. കമ്പാരിറ്റീവ്ലി ലോങ്ങർ ഓഡിയോസ് 2020 ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ലോങ്ങർ ഓഡിയോസ് വരുന്നുണ്ട്. 12 ഓഡിയോയിൽ ബേസിക്കലി 4 എണ്ണം ആയിരിക്കും ലോങ്ങർ ഓഡിയോസ്. ഒരു 5 എണ്ണം ഭയങ്കര സിമ്പിൾ ആയിരിക്കും. ഒരു 3 എണ്ണം ഒരു കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒരു 4 എണ്ണം അത്യാവശ്യം ഡീസെന്റ് ലെങ്ത് ഉള്ള സാധനങ്ങളായിരിക്കും. അത് നമ്മൾ റിപ്പീറ്റ് സെന്റൻസ് മാസ്റ്റർ ക്ലാസ്സിൽ പറഞ്ഞ രീതിയിൽ ഡീൽ ചെയ്താൽ മതി. സ്പീക്കിങ്ങിലെ എല്ലാ ടാസ്കുകൾക്കും മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പി ടിയിലുള്ള എല്ലാ ടാസ്കുകൾക്കും മാസ്റ്റർ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ടാകും. അതൊക്കെ ചെന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി. റിപ്പീറ്റ് സെൻറ്റൻസും ആസ് ഓഫ് നൗ വലിയ മാറ്റങ്ങളൊന്നും ഇല്ല. ഇനി ഡിസ്ക്രൈബ് ഇമേജിൽ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ November 4th അപ്ഡേറ്റിന് ശേഷം ഈ പിക്ചറുകൾ പടങ്ങൾ വരുന്നത് കുറഞ്ഞു. ഇപ്പോൾ കൂടുതൽ ബാർ ഗ്രാഫ്സ്, പൈ ചാർട്ട്സ്, ഫ്ലോ ഡയഗ്രാംസ് അങ്ങനത്തെ സാധനങ്ങളാണ് കൂടുതലും വരാറെന്ന് പറഞ്ഞാൽ പിക്ചർ വരൂല എന്നല്ല. പി ടി അക്കാഡമിക്കിലും പിക്ചർ വരും. പിന്നെ പി ടി കോറിന് ആസ് ഓഫ് നൗ അത് ഈ അപ്ഡേറ്റ് ഒന്നും ബാധിച്ചിട്ടില്ല. സോ അതിൽ എല്ലാ തരത്തിലുള്ള പടങ്ങളും വരാം. പക്ഷെ അവിടെ ഔട്ട്ഡേറ്റഡ് ടെംപ്ലേറ്റ് ഉപയോഗിക്കരുത്, എസ്പെഷ്യലി ഫോർ പി ടി അക്കാഡമിക്. പി ടി കോറിൽ പണ്ടത്തെ ടെംപ്ലേറ്റ് ഉപയോഗിച്ചാലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ ആസ് ഓഫ് നൗ കുഴപ്പമില്ല. പക്ഷെ ടു റിസ്കി. അവർക്ക് ഈ പാച്ച് ഇപ്പുറത്തോട്ട് കൊണ്ടുവരാൻ വലിയ സമയമൊന്നും വേണ്ട. സോ എൻ്റെ ഒരു അഭിപ്രായം പി ടി അക്കാഡമിക്കും കോറും അപ്ഡേറ്റഡ് ടെംപ്ലേറ്റ് ഉപയോഗിക്കണം. ജനറിക് ടെംപ്ലേറ്റ് ഉപയോഗിക്കരുത്. അതായത് ഒരു സ്കെലട്ടൺ ടൈപ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ടൈപ്പോ അതിന് സിമിലർ ആയിട്ടുള്ള സ്കെലട്ടൺ, ബേസിക്കലി വേർ യു ഗീവ് എ ബിറ്റ് ഓഫ് കണ്ടന്റ്. പണ്ട് നമ്മൾ കണ്ടന്റ് കൊടുക്കൂലായിരുന്നു. അതായത് കുറച്ച് കീവേഡ്സ് റിപ്പീറ്റ് ചെയ്യും. ഇനി കീവേഡ്സ് റിപ്പീറ്റ് ചെയ്യുന്ന പരിപാടി നടക്കത്തില്ല. ഫ്രേസസും കണ്ടന്റും കൊടുക്കണം. ആൻഡ് യു ഹാവ് ടു ടോക്ക് അബൌട്ട് 30 സെക്കൻഡ്. ഈ കാര്യങ്ങളൊക്കെയാണ് അപ്ഡേറ്റുകളായിട്ട് വന്നിരിക്കുന്നത്, ട്രെൻഡായിട്ട് വന്നിരിക്കുന്നത് ഇൻ 2025 ആസ് ഫാർ ആസ് ഡിസ്ക്രൈബ് ഇമേജ് ഇസ് കൺസേൺഡ്. ഇനി റീറ്റെൽ ലെക്ചറിൽ ഷോർട്ടർ ഓഡിയോസ് വരാം. അതർവൈസ് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഭയങ്കര സർപ്രൈസിങ് ആയിരിക്കും. സോ ഇതിന് വേണ്ടി റെഡി ആയിക്കണം. എപ്പോഴും വരുന്നല്ല. അപ്പോൾ ഷോർട്ടർ ഓഡിയോസ് വന്നാലും ഡീല് ചെയ്യണം. റീറ്റെൽ ലെക്ചറിൻ്റെ മാസ്റ്റർ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഷോർട്ടർ ഓഡിയോസ് എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടതെന്ന്. ഓക്കെ, അതർവൈസ് നോ ഡിഫറൻസ്. അപ്ഡേറ്റഡ് സ്കെലട്ടൺ ഉപയോഗിച്ചോണം. November 4th അപ്ഡേറ്റിന് ശേഷം അപ്ഡേറ്റഡ് സ്കെലട്ടൺസ് ഉപയോഗിച്ചോണം. പഴയ സ്കെലട്ടൺ ഒന്നും ഉപയോഗിക്കരുത്. ആൻഡ് യു നീഡ് ടു ടോക്ക് ഫോർ അബൌട്ട് 30 സെക്കൻഡ്. പണ്ട് നമ്മൾ കണ്ടന്റ് കൊടുക്കുമായിരുന്നു. ഇപ്പോഴും കണ്ടന്റ് കൊടുക്കണം. കണ്ടന്റിന് പ്രയോറിറ്റി ആണ്. കാരണം ലിസണിങ് മാർക്ക് കിട്ടണമെങ്കിൽ കണ്ടന്റ് എന്തെങ്കിലും പറയണം. ഓക്കെ, സോ അതിൻ്റെ വീഡിയോസ് ഒന്ന് ചെക്കൗട്ട് ചെയ്താൽ. റീറ്റെൽ ലെക്ചർ വലിയ ടാസ്ക് അല്ല. അപ്ഡേറ്റിന് മുമ്പ് അപ്ഡേറ്റിന് ശേഷവും വലിയ ടാസ്ക് അല്ല. ഇനി റെസ്പോണ്ട് ടു സിറ്റുവേഷൻ പി ടി കോറുകാർക്കാണ്. ആസ് ഓഫ് നൗ ഒരു ചേഞ്ചും ഇല്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന ടെംപ്ലേറ്റ് തന്നെ ഫോളോ ചെയ്താൽ മതി. പിന്നെ പി ടി കോർ 1 വർഷം മുമ്പല്ലേ അവർ ലോഞ്ച് ചെയ്തത്. സോ ആസ് ഓഫ് നൗ പെട്ടെന്നൊന്നും വ്യത്യാസങ്ങൾ വരത്തില്ല. പക്ഷെ ഞാൻ ഡിസ്ക്രൈബ് ഇമേജിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവിടെ പാച്ച്
PT കോറിൽ PT അക്കാഡമിക്കിൽ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് ആ ബാച്ച് ഇതിലും കൂടെ ഇട്ടിട്ട് ഡിസ്ക്രൈബ് ഇമേജ് ഫ്ലാഗ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ റെസ്പോണ്ട് ടു സിറ്റുവേഷനിൽ കൂടുതൽ അവർക്കിടയിൽ നമ്മൾ ഇതൊന്നുമില്ല, വോയിസ് സാമ്പിളുകളൊന്നും ഇല്ല. സോ ആസ് ഓഫ് നൗ അവർ വലിയ ചേഞ്ചുകളൊന്നും വരുത്തത്തില്ല. സോ റെസ്പോണ്ട് ടു സിറ്റുവേഷൻ നോ ചേഞ്ച് ആസ് ഓഫ് നൗ. ആൻസർ ഷോർട്ട് ക്വസ്റ്റ്യൻ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ അല്ല. പക്ഷേ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ 2025 ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളത് ചെയ്യണ ഒരു രീതിയാണ്. ആൻസർ ഷോർട്ട് ക്വസ്റ്റ്യൻ ചെയ്യണ രീതി അതിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്തു വെച്ചാൽ ഐ ഡോണ്ട് നോ എന്ന് പറയുക, അല്ലെങ്കിൽ എന്തെങ്കിലും ജനറിക് ആയിട്ടുള്ള നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ട് ഐ ആം ബ്യൂട്ടിഫുൾ, ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ ഡേ എന്ന് പറഞ്ഞ കാര്യങ്ങൾ പറയുക. ഇങ്ങനത്തെ കുന്തളിപ്പൊക്കെ കാണിച്ചാൽ റിഡക്ഷൻ ഇൻ മാർക്സ് വരും. എസ്പെഷ്യലി ലിസണിങ് മാർക്ക് കട്ടാവും. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യരുത്. ഒന്നുമില്ല, ആൻസർ ഷോർട്ട് ക്വസ്റ്റ്യൻ്റെ ഒരു മാസ്റ്റർ ക്ലാസ് ചെയ്തിട്ടുണ്ട്. അത് ചെന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് അതിലുള്ളതുപോലെ ചെയ്താൽ മതി. പ്രാക്ടീസ് പോലും ചെയ്യാൻ ആവശ്യമില്ലാത്തൊരു ചോദ്യമാണ് ആൻസർ ഷോർട്ട് ക്വസ്റ്റ്യൻ. പക്ഷെ അത് തീരെ മണ്ണുവാണെന്ന് പറഞ്ഞെടുത്തിട്ട് അനാവശ്യ കാര്യങ്ങളൊന്നും കാണിച്ചു വെക്കരുത്. ഇനി നമുക്ക് റൈറ്റിങ്ങിലോട്ട് പോകാം. സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റിന് നോ ചേഞ്ചസ്. ഞാൻ സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റിൻ്റെ മാസ്റ്റർ ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതിലുള്ള സാധനം അല്ലെങ്കിൽ അതിന് സിമിലർ ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്താൽ മതി, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഓക്കെ, സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ് നോ ചേഞ്ച്. എസ് എ ഓൾഡ് ജനറിക് വൺ വേർഡ് അല്ലെങ്കിൽ കീവേഡ് ടെംപ്ലേറ്റ്സ് വർക്ക് ആവത്തില്ല. കണ്ടന്റ് കൊടുക്കണം. ബേസിക്കലി ടെംപ്ലേറ്റ് ഉപയോഗിച്ചോളൂ. ടെംപ്ലേറ്റ് കുറേയൊക്കെ കാര്യം നിങ്ങൾ നോക്കിക്കോളും. പക്ഷെ നിങ്ങളെ സൈഡിൽ നിന്ന് കണ്ടന്റ് കൊടുക്കണം. സിമ്പിൾ നിങ്ങൾ കയ്യിൽ നിന്ന് എഴുതണം. സിമ്പിൾ കോമ്പൗണ്ട് കോംപ്ലക്സ് ആക്കി എഴുതണം. ഞാൻ ഉപയോഗിച്ച എസ് എ ടെംപ്ലേറ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ചെന്ന് ചെക്കൗട്ട് ചെയ്യുക. അതോ അതിന് സിമിലർ ആയിട്ടുള്ള ടെംപ്ലേറ്റ് കൊടുക്കുക. സ്പെല്ലിങ്ങും ഗ്രാമറും നോക്കുക. ഇത്രയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇമെയിൽ PT കോറുകാർക്കുള്ളതാണ് ഞാൻ പറയണത്. രണ്ട് ഫോർമലോ ഇൻഫോർമലോ ആവട്ടെ, യു ഷുഡ് റൈറ്റ് മോർ ദാൻ 100 വേർഡ്സ്. ദേ എക്സ്പെക്ട് അസ് 50 to 120 ആണ് ഫോം എങ്കിലും 100 കൂടുതൽ എഴുതണം അറ്റ് എനി കോസ്റ്റ്. ഫോർമലോ ആവട്ടെ ഇൻഫോർമലോ ആവട്ടെ എഴുതിയേ പറ്റൂ. ഗ്രാമർ സ്പെല്ലിംഗ് നോക്കിക്കോണം. പിന്നെ ഇമെയിൽ കൺവെൻഷൻസ് നോക്കിക്കോണം. ഫോർമലാണോ ഇൻഫോർമലാണോ ചോദിച്ചിരിക്കുന്നത് അതിനനുസരിച്ച് എഴുതാവുള്ളൂ. ഫോർമൽ ചോദിച്ചിട്ട് ഇൻഫോർമൽ പോലെ എഴുതി വെച്ചാൽ മാർക്ക് കട്ടാവും. സോ അങ്ങനത്തെ ടോണ്, ഇമെയിലിൻ്റെ ടോണും കറക്റ്റായിട്ട് പിടിച്ചോണം. ഇത്രയേ ഉള്ളൂ. വേറെ ഒരു കോംപ്ലിക്കേഷൻസും ഇല്ല ഇമെയിലിന്. ഇനി നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം. എല്ലാവരും റീഡിങ്ങിലോട്ട് ഉള്ള ചേഞ്ചസ് ആണ് എപ്പോഴും ആൾക്കാർ ക്യൂരിയസ്. കാരണം റീഡിംഗ് ആണ് ഏറ്റവും പാട്. നമുക്ക് നോക്കാം. റീഡിംഗ് റൈറ്റിംഗ് FIB അൺഫോർച്ചുനേറ്റ്ലി ടഫർ വൊക്കാബുലറീസ് വരുന്നുണ്ട്. കുറച്ചും കൂടെ നിങ്ങളെ വൊക്കാബുലറി സ്കില്ല്, റീഡിംഗ് സ്കില്ലൊക്കെ ടെസ്റ്റ് ആവുന്നത് വീണ്ടും റീഡിംഗ് റൈറ്റിംഗ് FIBയിലാണ്. കൂടുതൽ കോണ്ടെക്സ്റ്റ് ആൻഡ് കളോക്കേഷൻ അറിഞ്ഞിരിക്കണവനും വായിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന അതേ സ്പീഡിൽ, നമ്മൾ ടൈം മാനേജ്മെന്റ് പറഞ്ഞത് വെച്ചിട്ടുള്ള അതേ സ്പീഡിൽ വായിച്ച് കാര്യം മനസ്സിലാക്കണമെങ്കിലും റീഡിംഗ് സ്കില്ല് വേണം. അതിനാണ് ഞാൻ പറയണത് നാഴികയ്ക്ക് 40 വട്ടം പറയണത് ബുക്ക് വായി. കേൾക്കൂല, അല്ലെങ്കിൽ എഴുതി പൊട്ടി ഇരുന്നോ. ഇതാണ് മോർ കോണ്ടെക്സ്റ്റ് ആൻഡ് കളോക്കേഷൻ സാധനങ്ങൾ, ബേസ്ഡ് ബ്ലാങ്കുകൾ വരുന്നുണ്ട്. റീഡിംഗ് സ്കിൽസ് ടോപ്പ് നോച്ച് ആയിരിക്കണം. ആൻഡ് യൂഷ്വലി ലെങ്തിയർ പാരഗ്രാഫ്സ് വരുന്നുണ്ട് റീഡിംഗ് റൈറ്റിംഗ് FIBയിൽ. പിന്നെ റീഡിംഗ് FIBയിൽ കാരണം നമ്മൾ സമയം കൊല്ലാൻ വേണ്ടി റീഡിംഗ് FIBയിലോട്ട് എത്തരുത് എന്നുള്ളൊരു ഇതോടുകൂടിയാണ് ലോങ്ങർ സാധനങ്ങൾ പറഞ്ഞാൽ. ലോങ്ങർ പാരഗ്രാഫ്സ് എങ്ങനെ ഡീൽ ചെയ്യണമെന്നൊക്കെ ഞാൻ റീഡിംഗ് റൈറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ചെയ്തിട്ടുണ്ടാവും. അതിൽ ചെന്ന് ചെക്കൗട്ട് ചെയ്യാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇനി റീ ഓർഡർ ഇപ്പോഴത്തെ ട്രെൻഡാണ്. ഈ നമ്മൾ നോ പ്രയോറിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ മോഡറേറ്റ് പ്രയോറിറ്റി, മീഡിയം പ്രയോറിറ്റി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇവർ ഒന്നും ചെയ്യില്ല. റീ ഓർഡർ തൊടാതിരിക്കരുത്. ഓവറോൾ പെർഫോമൻസ് ആണ് നിങ്ങളെ നോക്കുന്നത്. റീഡിംഗ് റൈറ്റിങ്ങിലും പ്രശ്നം, റീഡ് അലൗഡിൽ പ്രശ്നം, റീഡിംഗ് FIBയിൽ പ്രശ്നം, ഹൈലൈറ്റ് ഇൻകറക്റ്റ് വേർഡ്സിൽ പ്രശ്നം, അതിൻ്റെ കൂടെ റീ ഓർഡറിലും കൂടെ പ്രശ്നങ്ങൾ വരുത്തിയാൽ നിങ്ങളെ റീഡിംഗ് മാർക്ക് അതിൻ്റെ പാട്ടിന് പോകും. 5 മുതൽ 6 മാർക്ക് മാക്സിമം അടിക്കാൻ നോക്കണം. ഐ അഡ്മിറ്റ് ഇത് പാടാണെന്നും, പക്ഷെ യു ഗീവ് യുവർ ബെസ്റ്റ്, ഡോണ്ട് ടേക്ക് ഇറ്റ് ലൈറ്റ്ലി. എന്നും 1000കണക്കിന് റീ ഓർഡർ ഒന്നും ചെയ്യേണ്ട. ഒരു 5 റീ ഓർഡർ ചെയ്താൽ അല്ലെങ്കിൽ 3 റീ ഓർഡറെങ്കിലും ചെയ്യണം. ഓക്കെ, ഡോണ്ട് ടേക്ക് ഇറ്റ് ലൈറ്റ്ലി. അതിൻ്റെതായിട്ടുള്ള റെസ്പെക്ട് കൊടുക്കണം. റീ ഓർഡറിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ടോപ്പ് ടു ബോട്ടം ഫുൾ ഇരുന്ന് കണ്ട കാര്യങ്ങൾ കുറേയൊക്കെ നിങ്ങൾക്ക് എളുപ്പമാവും. മൾട്ടിപ്പിൾ ചോയ്സ് മൾട്ടിപ്പിൾ ആൻസർ സിംഗിൾ ആൻസർ ഇൻ റീഡിംഗ് സ്മാർട്ട് വർക്കാണ് ചെയ്യേണ്ടത്. ബേസിക്കലി മൾട്ടിപ്പിൾ ചോയ്സ് മൾട്ടിപ്പിൾ ആൻസർ കിട്ടിയ ഒരെണ്ണം എടുത്തിട്ട് മൂവ് ഓൺ ചെയ്യുക. മൾട്ടിപ്പിൾ ചോയ്സ് സിംഗിൾ ആൻസർ ലാസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ 1-2 ചോദ്യമായിരിക്കും. അതിൽ സമയം ഉണ്ടെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിലും വറിയിടാണ്ട്. പക്ഷേ റീഡിംഗ് FIB തീർത്തു എന്ന് ഉറപ്പുവരുത്തുക. ലിസണിംഗ് FIBയിൽ വീണ്ടും ടഫർ വൊക്കാബുലറി വരുന്നുണ്ട്. ഓഡിയോ സ്പീഡിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതായത് ചിലപ്പോൾ അവർ ഭയങ്കര സ്പീഡ് കൂട്ടിയിടാം, ചിലപ്പോൾ നോർമലായിരിക്കും, ചിലപ്പോൾ സ്പീഡ് ഭയങ്കരമായിട്ട് കുറയ്ക്കും. അപ്പം നമ്മളെ സർപ്രൈസിലാക്കി നമ്മളെ പേടിപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യുന്നത്. സോ അതൊക്കെ ഇപ്പോഴേ ഞാൻ ഓൺ ചെയ്യണം. അങ്ങനത്തെ വ്യത്യാസങ്ങളുണ്ട്. ബ്ലാങ്കുകൾ അടുത്തടുത്ത് വരുമ്പോൾ ആദ്യത്തെ ബ്ലാങ്ക് കുറച്ച് ടഫ് വൊക്കാബുലറി ഉപയോഗിച്ചിട്ട് അടുത്തത് ഭയങ്കര എളുപ്പം വൊക്കാബുലറി ആയിരിക്കും. പക്ഷെ നമ്മൾ ആദ്യത്തെ പിടിക്കാൻ നിൽക്കുമ്പോഴത്തേക്കും രണ്ടാമത്തെയും കയ്യിൽ നിന്ന് പോകും. അങ്ങനത്തെ സിറ്റുവേഷൻസ് വരാതിരിക്കുക. സോ ബ്ലാങ്കുകൾ എവിടെയാണെന്ന് കറക്റ്റായിട്ട് ലൊക്കേറ്റ് ചെയ്യണം.
ലിസണിങ് സ്കിൽസ് മാസ്റ്റർ ചെയ്യണം. എസെൻഷ്യൽ സ്കിൽസ് ടു മാസ്റ്ററിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. മൾട്ടിപ്പിൾ ചോയ്സ് ചൂസ് മൾട്ടിപ്പിൾ ആൻസർ, മൾട്ടിപ്പിൾ ചോയ്സ് ചൂസ് സിംഗിൾ ആൻസർ, ഹൈലൈറ്റ് ഇൻകറക്റ്റ് വേർഡ്സ്, സെലക്ട് മിസ്സിംഗ് വേർഡ്. ഇതെല്ലാം ലിസണിങ്ങിൽ സ്മാർട്ട് വർക്കാണ് ചെയ്യേണ്ടത്. ബേസിക്കലി ഓഡിയോ പ്ലേ ആകുമ്പോൾ ബെസ്റ്റ് യു ഗീവ് യുവർ ബെസ്റ്റ്. ഓഡിയോ തീർന്നതിൻ്റെ അനുബന്ധിച്ച് നിങ്ങളൊരു ആൻസറിലോട്ട് എത്തണം. അത് ശരിയോ തെറ്റോ ആവട്ടെ, ഓഡിയോ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ബാർ ആക്ടിവേറ്റ് ആകുമ്പോൾ ഉടനെ നെക്സ്റ്റ് അമർത്തി അപ്പുറത്ത് പൊയ്ക്കണം. അത് സ്റ്റിൽ ഇസ് റിലവൻറ്റ് ഇൻ 2025. അത് ചെയ്തില്ലെങ്കിൽ ടൈം മാനേജ്മെൻറ്റ് നമ്മളെ കയ്യിൽ നിന്ന് പോകും. എക്സ്ട്രാ ഒരു 10 സെക്കൻഡെങ്കിലും കൊടുത്താൽ റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. സോ ഇങ്ങനത്തെ കുന്തളിപ്പുകളൊന്നും കാണിക്കാതിരിക്കുക. ഹൈലൈറ്റ് ഇൻകറക്റ്റ് വേർഡ്സിൽ ഓഡിയോ സ്പീഡ് ചിലപ്പോൾ ഞാൻ ലിസണിങ് F5 പറഞ്ഞ കൂട്ടാം കുറയ്ക്കാം. സോ അതിനുവേണ്ടി റെഡി ആക്കിയോ. ക്ലോസ് ഇൻകറക്റ്റ് വേർഡ്സ്, അടുത്തടുത്ത് ഇൻകറക്റ്റ് വേർഡ്സ് വരാം, ലോങ്ങർ പാരഗ്രാഫ്സ് വരാം. ആൻഡ് ഒരു ഇൻകറക്റ്റ് വേർഡും അടുത്ത ഇൻകറക്റ്റ് വേർഡും തമ്മിൽ വലിയ വ്യത്യാസം. കുറേ നേരം ഒരു ഇൻകറക്റ്റും കാണത്തില്ല. അപ്പം നമ്മൾ മെൻ്റൽ ഫറ്റീഗ് ആവും, വായിച്ച് ഫറ്റീഗ് ആകുമ്പോഴത്തേ അവർ കുറച്ച് ഇൻകറക്റ്റ് വേർഡ്സ് കുണു അവസാനം എടുത്തിട്ട് തരും. അങ്ങനത്തെ സിറ്റുവേഷൻസ് വരാം. സോ അതിനൊക്കെ റെഡി ആയിരിക്കണം, മെൻ്റലി പ്രിപ്പയർഡ് ആയിരിക്കണം. റീഡിങ് സ്കിൽസ് ആബ്സല്യൂട്ട്ലി നെസസറി. നിങ്ങളെ റീഡിങ് സ്കിൽ എക്സ്പോസ് ആവുന്ന ചോദ്യങ്ങളിലൊന്നാണ് ഹൈലൈറ്റ് ഇൻകറക്റ്റ് വേർഡ്സ്. അതുകൊണ്ട് റീഡിങ് സ്കിൽസ് ബിൽഡ് ചെയ്യണം. സമ്മറൈസ് സ്പോക്കൺ ടെക്സ്റ്റിൽ ഗ്രാമറും സ്പെല്ലിങ്ങും കണ്ടന്റും 3 ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഷോർട്ട് ടെംപ്ലേറ്റ് ഉപയോഗിക്കാം, ഒരു കൊച്ചു ടെംപ്ലേറ്റ് ഉപയോഗിക്കാം. പക്ഷേ ഇത് 3 കൊടുക്കണം. ഇത് 3 ഭയങ്കര റിലവൻ്റ് ആണ്. ലിസണിങ് മാർക്ക് കിട്ടണമെങ്കിൽ കണ്ടന്റ് കൊടുക്കണം. ഗ്രാമർ ആൻഡ് സ്പെല്ലിംഗ് നിങ്ങളെ റൈറ്റിംഗ് മാർക്കിനായിരിക്കും ബാധിക്കാൻ പോകുന്നത്. ഓക്കെ, പിന്നെ ഷോർട്ടർ ഓഡിയോസ് വരാം. ഇൻ കേസ് ഷോർട്ടർ ഓഡിയോ വന്നാൽ എന്ത് ചെയ്യണമെന്ന് സമ്മറൈസ് സ്പോക്കൺ ടെക്സ്റ്റിൻ്റെ മാസ്റ്റർ ക്ലാസ് ചെയ്തിട്ടുണ്ട്. അത് ചെന്ന് ചെക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ ലോങ്ങർ ഓഡിയോസ് വരുന്നുണ്ട് കമ്പാരിറ്റീവ്ലി 2020 വെച്ച് നോക്കുമ്പോൾ. അതർവൈസ് ഇപ്പോഴും സിമ്പിളാണ്. റിപ്പീറ്റ് സെൻറ്റൻസ് വെച്ച് നോക്കുമ്പോൾ എത്രയോ സിമ്പിളാണ് റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ. കുറേ പ്രാക്ടീസ് ചെയ്താൽ ശരിയാവും റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ. ആൻഡ് ടൈം മാനേജ്മെൻറ്റ് കറക്റ്റ് ആയിരിക്കണം. പരീക്ഷയിൽ കറക്റ്റായിട്ട് ടൈം മാനേജ് ചെയ്തോണം. റിലവൻറ്റ് എക്സ്ട്രാ വേർഡ്സ് ആഡ് ചെയ്യാം. എസ് വേർഡ്, ED വേർഡ് ഡൗട്ട് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. വെർബ് 1, വെർബ് 2, വെർബ് 3, വെർബ് യെസ്, എ ആൻഡ് ദ പോലത്തെ പ്രിപ്പോസിഷൻസ് ഒക്കെ ആഡ് ചെയ്താലും ഇപ്പോഴും മാർക്ക് കട്ട് ചെയ്തില്ല. എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ഇറിലവൻ്റ് ആയിട്ടുള്ള വേർഡ്സ് ആഡ് ചെയ്യരുത്. അതിനുള്ള സമയമില്ല, ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, റിലവൻറ്റ് എക്സ്ട്രാ വേർഡ്സ് ഇപ്പോഴും ആഡ് ചെയ്യാം. ആൻഡ് ലാസ്റ്റ്ലി പറയേണ്ടത് റിസൾട്ടുകളെ പറ്റിയാണ്. PT അക്കാഡമിക്കിൻ്റെ റിസൾട്ടുകൾ ഇപ്പോൾ ഡിലേ ആകുന്നുണ്ട്. യൂഷ്വലി 2 to 4 വർക്കിംഗ് ഡേയ്സ് എടുക്കുന്നുണ്ട് സിൻസ് ദ നവംബർ അപ്ഡേറ്റ്. ചിലവർക്ക് ഉടനെ തന്നെ കിട്ടും. എന്ന് പറഞ്ഞാൽ നിങ്ങളെ മനുഷ്യന് അയച്ചു കൊടുക്കണോണ്ടാണ് ഇത്രയും ലേറ്റ് ആണെന്ന് വിചാരിക്കേണ്ട. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡിലേസ് ആയതുകൊണ്ടായിരിക്കും റിസൾട്ടുകൾ. ഓവറോൾ റിസൾട്ട് ഡിലേ ആകുമ്പോൾ നിങ്ങളുടെ റിസൾട്ടും ഡിലേ ആവുമല്ലോ. അല്ലെങ്കിൽ ചിലപ്പോൾ മനുഷ്യന് അയച്ചു കൊടുത്തതായിരിക്കും. മനുഷ്യന് അയച്ചു കൊടുത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ പേടിക്കണ്ട. ഞാൻ ഉപയോഗിച്ച ടെംപ്ലേറ്റോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന സ്കെൽട്ടനോ അതിന് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ബേസിക്കലി കണ്ടന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ മനുഷ്യൻ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. സോ അങ്ങനത്തെ വറീഡൊന്നും ആവുന്നുണ്ട്. പക്ഷേ ഈ ലേറ്റ് ആവുന്നുണ്ട് PT അക്കാഡമിക്കിൽ ഇപ്പം. ഓക്കെ, PT കോറിൽ ആസ് ഓഫ് നൗ നോ ചേഞ്ച്. കാരണം ഇപ്പോഴും ആ പാച്ചോ ഈ അപ്ഡേറ്റ് ഒന്നും PT കോറിനെ ബാധിച്ചിട്ടില്ല. അതുകൊണ്ട് PT കോർ അന്ന് തന്നെ കിട്ടും. ഓക്കെ, സോ ഇതാണ് വീഡിയോ. വളരെയധികം എഫേർട്ട് ചെയ്ത വീഡിയോ ഉണ്ട്. ലൈക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. PT റിലേറ്റഡ് എന്തെങ്കിലും സ്പെസിഫിക് ടൈപ്പ് ഓഫ് വീഡിയോസ് ആണെങ്കിലും എന്തെങ്കിലും സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഡൗട്ട് ഉണ്ടെങ്കിലോ താഴെ കമന്റ് സെക്ഷനിൽ ഇട്ടാൽ മതി. ഐ വിൽ റിപ്ലൈ ടു ഇറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ. PT റിലേറ്റഡ് കണ്ടന്റ് എല്ലാ 2 ദിവസവും ചെയ്യാം. അതൊക്കെ ചെന്ന് ചെക്കൗട്ട് ചെയ്യുക. കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ഡു കൺസിഡർ സബ്സ്ക്രൈബിങ്. ഞാനൊരു കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. യൂട്യൂബ് വഴിയുള്ള പഠനം പോരാ എന്ന് തോന്നുന്നവർക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സിന് എൻറോൾ ചെയ്യാൻ താഴെ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒരു എൻക്വയറി നടത്തിയാൽ മതി. PT റിലേറ്റഡ് കണ്ടന്റായിട്ട് 2 ദിവസത്തിനുള്ളിൽ എത്തുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, സി യു, ടേക്ക് കെയർ, കീപ് ലേണിംഗ് ആൻഡ് കീപ് ദിസ് ഇൻ മൈൻഡ്. We are in this together.